എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് റിലീസായ ഒരു സിനിമയാണ് മൂൺ വാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ. അത് ബ്രേക്ക് ഡാൻസ് എന്ന നൃത്തരൂപത്തെ നല്ല ഇഷ്ടം ഉള്ളവർക്ക് ഈ സിനിമ നല്ല സന്തോഷമുള്ളൊരു അനുഭവമായിരിക്കും. അവർക്കുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ. മാജിക് ഫ്രെയിംസ്, ആമേൻ മൂവി എന്നീ ബാനറുകളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച ലിസ്റ്റൻ സ്റ്റീഫനും ജസ്നെ അഹമ്മദും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം. അതുകൂടാതെ നിരവധി പരസ്യ ചിത്രങ്ങളോട് ശ്രദ്ധേയനായ വിനോദ് ഏക്കെയാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ മൈക്കിൾ ജാക്സന് സമർപ്പിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. കുറച്ച് കൂട്ടുകാരുണ്ട്, അവര് തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ആ നാട്ടിൻപുറത്തെ ഒരു ഭാഷയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവര് ഇങ്ങനെ കുറച്ച് കൂട്ടുകാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു ഉത്സവത്തിന് ഒരു ടീം ബ്രേക്ക് ഡാൻസ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ ആ ബ്രേക്ക് ഡാൻസിൻ്റെ ആ ചലനങ്ങളൊക്കെ കാണുമ്പോൾ ഈ കൂട്ടുകാർക്ക് അതിനോട് ഭയങ്കര താല്പര്യം തോന്നുകയും ഇവർ പിന്നീട് ബ്രേക്ക് ഡാൻസ് പഠിച്ചിട്ട് ഇവരും ഓരോ പരിപാടിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് കഥ. അപ്പോൾ ചില വീടുകളിൽ ഇവരിങ്ങനെ ബ്രേക്ക് ഡാൻസിന് പോകുമ്പോൾ പഠിപ്പിൽ ഉഴപ്പുമോ എന്നുള്ളതൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നു. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അവർ വീണ്ടും ബ്രേക്ക് ഡാൻസ് തുടരുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവസാനം ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്, അതായത് സ്റ്റേറ്റ് ലെവൽ ബ്രേക്ക് ഡാൻസിൻ്റെ. അപ്പോൾ അതിൽ ഇവർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവർ ജയിക്കുമോ ഇല്ലെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു നല്ല പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഉണ്ടല്ലോ, അത് കിടിലനാണ്, സൂപ്പർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം ഇവരുടെ ആ പരിചയം, ആ കോളേജ് ലൈഫ്, ബസ്സിൽ കയറുന്ന പ്രണയരംഗങ്ങൾ, ആ ബസ്സിലെ തിരക്കുകൾ, അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവസാനം ഇവർ സ്റ്റേറ്റ് പെർഫോമൻസിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ ബ്രേക്ക് ഡാൻസ് ഒരു മത്സരം നടക്കുന്നുണ്ട്, കുറേ ടീമുകൾ. ആ ഭാഗവും കിടിലാണ്. അതിനുശേഷം ഒരു സോളോ ബ്രേക്ക് ഡാൻസ് ഉണ്ട്, അതായത് ഓരോ വ്യക്തികൾ തമ്മിൽ. അത് കിടിലനാണ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റും അവസാനത്തെ ഈ ബ്രേക്ക് ഡാൻസ് ഉള്ള ആ മത്സരവും, അതുകൂടാതെ ആ ഏറ്റവും അവസാനം വരുന്ന ആ സോളവും കിടിലനാണ്. കിടിലെന്ന് വെച്ചാൽ എന്താണെന്ന് പറയാമെന്നറിയില്ല. അത് ആദ്യത്തെ 15 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പടം കത്തിക്കയറി സൂപ്പറാവുന്നു. പിന്നെ 15 മിനിറ്റോട് കഴിയോടുകൂടി പടം ഒന്ന് ഇരുന്ന പോലെ ഒരു ലാഗ് അടിച്ച്, പിന്നെ നമ്മൾ പടത്തിനോട് ഒരു കണക്ടിവിറ്റി നമുക്ക് വരുന്നില്ല, ഒരു ഇമോഷണൽ കണക്ടിവിറ്റി വരണ്ട പടത്തിൽ, അത് നമുക്ക് കിട്ടുന്നില്ല. ആദ്യത്തെ 15 മിനിറ്റ് നമുക്ക് കിട്ടി, നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ അവസാനത്തെ ആ രംഗവും എൻജോയ്. അത് ആ മിഡിലുള്ള ഭാഗം എന്നിലെ പ്രേക്ഷകന് തീരെ താല്പര്യം ഇഷ്ടമായില്ല. അത് ബാക്കി ഈ 2 ഭാഗവും, ആദ്യവും അവസാനവും, വളരെയധികം ആസ്വദിച്ച ഒരു വ്യക്തിയാണ്. ഇനി ഞാൻ പറയുകയാണെങ്കിൽ എന്നിലെ പ്രേക്ഷകന് ഒരു ബിലോ എവറേജ് ആണ് ഈ സിനിമ നൽകിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക്, അതായത് ഇപ്പോൾ +2 ഒക്കെ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ ഒരു നല്ലൊരു അനുഭവമായിരിക്കാം. അറിയില്ല എനിക്ക് എങ്ങനെയാണെന്നാണ് അവർക്കുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത്. പിന്നെ ഇതിൽ ആ കൂട്ടുകാർ അവർ ബ്രേക്ക് ഡാൻസിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവരുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം ബ്രേക്ക് ഡാൻസ് ആണ്. അതായത് ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഇതിലെ ഒരു നടൻ മാറുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് അത് കാണേണ്ട കാര്യങ്ങളാണ്. ഈ അവസാനത്തെ ഡാൻസ് എന്ന് പറഞ്ഞാൽ സോളോ ഡാൻസ് എല്ലാവരും കാണേണ്ട ഒരു അനുഭവം തന്നെയാണത്. ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ ഉണ്ടാവില്ല നമുക്ക്, ഡാൻസ് കളിക്കാൻ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥ. അതുപോലെയാണ് ആ അവസാനത്തെ സോളോ ഡാൻസൊക്കെ. അതൊന്നും നമുക്ക് മോശം പറയാനില്ല. പക്ഷെ ആ മിഡിൽ വന്നത് എന്ത് പറ്റി എന്നറിയില്ല. ഇതൊന്നും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാവും ഇവർക്ക്, തിരക്കഥാകൃത്തിനും സംവിധായകനും. അപ്പോൾ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.